ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോക്സിക് പേഴ്സണാലിറ്റി അഥവാ നെഗറ്റീവായ ആളുകളെ കുറിച്ച്. ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന ചില മുഖങ്ങൾ ഉണ്ടാകും. നമ്മുടെ മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള നിരവധി കഥാപാത്രങ്ങളെ കാണാനായിട്ട് പറ്റും. അവരുടെ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മൾ ചിരിക്കാറുണ്ട്. കാരണം ഇത് കാണുന്ന സമയത്തൊക്കെ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ്. വേറൊരാളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകും. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മേനെ ഉപദ്രവിക്കുന്ന മകൻ, അമ്മായിയമ്മേനെ ഉപദ്രവിക്കുന്ന മരുമകൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വികാര തീവ്രത ഉള്ളിലുണ്ടാവുകയും നമ്മളതിൽ കമൻ്റ് ഇടുകയും അവരെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ വെർബലി എങ്കിലും അവരുടെ മേലൊരു അക്രമത്തിനൊക്കെ ആഹ്വാനം ചെയ്യും. കാരണം നമുക്കത് സഹിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമായിരിക്കും അതിൽ കാണുന്ന കാഴ്ചകൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ടോക്സിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ്. പേഴ്സണാലിറ്റി അവരുടെ വ്യക്തിഗതമായിട്ട് അവരുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ പേഴ്സണാലിറ്റി ട്രൈറ്റ്സുകൾ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിലെ കുറവുകളെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ നമ്മളിലും ഇത്തരം കുഴപ്പങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനം, നമ്മൾ ടോക്സിക് പേഴ്സണാലിറ്റികളെ മറ്റുള്ളവരെയാണ് നമ്മൾ കണ്ടെത്തുക. നമ്മളെ റാഗിങ്ങിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ റാഗിങ്ങിന് നമ്മൾ വിധേയമാകുമ്പോൾ നമുക്ക് തീരെ സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല റാഗിങ്. ഇതേ നമ്മൾ തന്നെ വേറൊരാളെ റാഗ് ചെയ്യുന്ന, ഇര വേട്ടക്കാരനും വേട്ടക്കാരൻ ഇരയുമാകുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ അതല്ലെങ്കിൽ ടോക്സിക് ആയ വ്യക്തിത്വം നിങ്ങളിലുണ്ടോ, എപ്പോഴും നെഗറ്റീവ് ആണോ നിങ്ങളെന്ന് ആദ്യം ഏറ്റവും എളുപ്പമുള്ളത് നമുക്ക് നമ്മളെ പരിശോധിക്കുക എന്നതാണ്. അതിൽ നമ്മുടെ വാക്ക്, പ്രവൃത്തി, ഇതുകൊണ്ട് മറ്റുള്ളവർ അസ്വസ്ഥരാകുന്നുണ്ട് എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നതാണ് ആദ്യത്തെ പരിശോധന. നമ്മൾ പരിശോധിച്ചാൽ മതി, നമ്മുടെ വാക്കുകളെ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ. രണ്ടാമത്തേത്, നമ്മളൊഴിച്ച് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ ശരിയല്ല എന്ന തോന്നൽ. നമ്മുടെ കുടുംബത്തിലെ ആളുകളൊക്കെ നല്ല രീതിയിലല്ല, നമ്മളാണ് കുറച്ചുകൂടി അവരെക്കാളൊക്കെ ഉയർന്നു നിൽക്കുന്നത് എന്ന തോന്നൽ, ഇത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ. മൂന്നാമതായിട്ട്, നമ്മുടെ അയൽ വീടുകളിലുള്ള ആളുകൾ, അവരെ വിലയിരുത്തിയിട്ട് ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള അയൽ വീടിനെ കുറിച്ച് അപ്പുറത്തെ അയൽ വീട്ടിലെ ആളോടായിരിക്കും അവര് പോയി വരുന്നത് ശരിയല്ല, അവൻ അവിടെ ജോലിക്ക് പോകുന്ന, അവൻ ഇത്രയാ സാലറി, അവൻ അവൻ്റെ ആ കാര്യങ്ങൾ നോക്കുന്നില്ല, അവൻ അവൻ്റെ ഭാര്യയുമായിട്ട് നല്ല രീതിയിലല്ല, പല കാര്യങ്ങളും പറയാനായിട്ടുണ്ടാവും. നമ്മുടെ ജീവിതവുമായി ബാധിക്കാതിരിക്കുമ്പോഴും നമ്മുടെ തൊട്ട അയൽ വീട്ടിലെ ആളുകളെ, അവരുടെ മാറ്റത്തിനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് നമ്മൾ വേറെ ആളുകളുമായിട്ട് പറയാറുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു പരിശോധന. ഇനി മറ്റാളുകൾ, നമ്മുടെ അയൽ വീട്ടിലെ ആളുകൾ, നമ്മൾ പരിചയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മൾ കടയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുന്ന് കണ്ട ആളുകൾ, അവരവരുടെ ജീവിതത്തിലെ ഉയർച്ചകൾ, ഇപ്പൊ ചില ആളുകൾ രാവിലെ ചായയൊക്കെ കുടിക്കാനായിട്ട് നാട്ടിലെ ചായക്കടകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ആവും. അപ്പൊ പലപ്പോഴും അവരുടെ ഉള്ളിലെ പ്രൈഡ് കൊണ്ടായിരിക്കാം, അവരുടെ മക്കൾ ഇപ്പൊ നല്ല നിലയിലാണ്, ദുബായിലാണ്, അമേരിക്കയിലാണ്, അതല്ലാന്നുണ്ടെങ്കിൽ അവനിപ്പോ നാടൻ പ്രദേശത്താണെങ്കിൽ കുറച്ച് ടൗണിൽ എറണാകുളത്താണ്, നല്ല ജോലിയാണ്, അവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ഇതല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിലും അവരുടെ നേട്ടങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ച് പുച്ഛമുണ്ടാകുന്നുണ്ടോ, ഒരു വലിയ പരിശോധനയാണ്. നമ്മൾ സ്വയം സത്യസന്ധമായിട്ട് നോക്കുക. അവരത് പറയുമ്പോൾ നിന്റെ മകനെ കുറിച്ചൊക്കെ ഇപ്പൊ നീ ഇങ്ങനെ കടന്ന് പുറത്തൊന്നും വേണ്ട, എനിക്കറിയാം അവനെ കുറിച്ച് എന്നുള്ള ഒരു ധാരണ. ഈവൻ
ആ ധാരണ പോലും നിങ്ങൾ നേരിട്ട് അറിഞ്ഞതല്ല, വേറെ ആരോ പറഞ്ഞ് നിങ്ങൾ കേട്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയ സുഖമില്ലായ്മ, അയാളുടെ മകൻ നന്നായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ. നമ്മുടെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ അടുത്തുള്ള ഒരാളാണ്, അയാളുടെ മകൻ നന്നായാലും കുറഞ്ഞാലും നമുക്കൊന്നുമില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ അയാളെ കുറിച്ചൊരു പുച്ഛം നമ്മുടെ ഉള്ളിൽ, ഒരു പുച്ഛം എന്ന് പറയുന്ന ഒരു ഭാവം ഉണ്ടെങ്കിൽ അത് ഒരു പരിശോധനയാണ്. ഇനി നമ്മളൊഴിച്ച് ബാക്കിയുള്ള ആളുകൾ ഓരോരുത്തരായിട്ട് പരിശോധിക്കുക. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണ്, ബാക്കിയുള്ള ആളുകളൊന്നും അത്ര വെടുപ്പല്ല, അവരൊന്നും അത്ര ശരിയായിട്ടുള്ള രീതിയിലല്ല അവരുടെ പ്രവർത്തികൾ എന്ന ചിന്ത, ഇത് നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി ടോക്സിക് നമ്മൾ സ്വയമായിരിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു സുഹൃത്ത്, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തുമായിട്ട് പങ്കുവെക്കാറുണ്ടോ എന്നുള്ള ഒരു പരിശോധന ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ടോക്സിക് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ സുഹൃത്തുണ്ടാവില്ല. ആ സുഹൃത്തുക്കൾ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും, ആ സുഹൃത്തുക്കളോടൊക്കെ വേറെ പലരെ കുറിച്ചാണ് നിങ്ങൾ പറയാ. നിങ്ങൾ നിങ്ങളെ സ്വയം വിലയിരുത്തുകയും നിങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? ഇനി ആരാണോ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരാൾ, അയാളുമായിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള അടുപ്പോ ഒന്നും വേണ്ട. നിങ്ങൾ അയാളുടെ ഒപ്പം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വേറെ ഒരാൾ ആ സംസാരത്തിൽ കടന്നു വരികയും അയാളുടെ കുറ്റവും കുറവും ആണോ നിങ്ങൾ ഈ പരിചയപ്പെടുന്ന ആളോട് പറയുന്നത്, നിങ്ങൾക്ക് വേറെ സംഭാഷണങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ നെഗറ്റീവ് പറയാനായിട്ട് നിങ്ങളുടെ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെയുള്ളത്, സ്വയം ഇടയ്ക്കൊക്കെ തോന്നുകയാണ് ഞാൻ കുഴപ്പമില്ലാത്തവനാണ്, എൻ്റെ അറിവും എൻ്റെ ചിന്തയുമാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ളത്, അതുകൊണ്ടാണ് വേറൊരാളെ ഇകഴ്ത്തി കാട്ടാൻ ഇത്തരം ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ആളോട് അവൻ നന്നായിരിക്കാനാണ് എന്ന ഭാവേന വൈ സെഡ് എന്ന് പറയുന്ന വേറെ ആളുകൾ, കാരണം അവർ കുറച്ചുകൂടിയൊക്കെ എന്നോട് അടുപ്പുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, അവരെ കണ്ടോ അവർ ഭയങ്കര, അവരിങ്ങനെ പുകഴ്ത്തി പറയാം. അവരെ പുകഴ്ത്തി പറയുന്നതിന്റെ ഉദ്ദേശം ഈ എക്സ് മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാണ്. എക്സ് ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, വൈയും സെറ്റൊക്കെ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ട്, എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വൈയും സെറ്റും നന്നായി, എന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ നിലവാരം അവിടെ താരതമ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവന് വീടായി, കാറായി, അവൻ അടിപൊളിയാണ്. നമുക്ക് നേരിട്ട് അറിയില്ല അവരുടെ സന്തോഷത്തെക്കുറിച്ച്. എന്ത് ഉദ്ദേശം അറിയോ? ഈ വൈയുടെയും സെറ്റിന്റെയും സന്തോഷത്തിൽ പങ്കെടുക്കല്ല, എക്സിന് കുറച്ച് വിഷമം ഉണ്ടാവുക, എക്സിന്റെ സ്ഥിതി മോശമാണ്, അവനൊന്ന് ദുഃഖം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം വേറൊരാളെ വേദനിപ്പിക്കാനായിട്ട്. അതിന്റെ അടിസ്ഥാന ഭാവം എന്താ പറയുക? എൻ്റെ അറിവും എൻ്റെ ചിന്തയും ഞാൻ പറഞ്ഞ പോലെ നീ നടക്കുന്നില്ല എന്ന് കാണിക്കുകയാണ്. അതുണ്ടെങ്കിൽ അതൊരു പരിശോധനയാണ്, നിങ്ങൾ ടോക്സിക് ആണോ എന്നറിയാനുള്ള ഒരു പരിശോധനയാണ്. അപ്പോൾ നമ്മുടെ അറിവും ചിന്തയുമാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതം എന്ന് പറയുന്ന ഒരു പരിശോധന. ഇനി എൻ്റെ അധികാരമുള്ള ഇടങ്ങൾ, അതെൻ്റെ കുടുംബമായിരിക്കാം, എൻ്റെ ഓഫീസിൽ ഞാനൊരു മാനേജർ ആണെങ്കിൽ എൻ്റെ ഓഫീസായിരിക്കാം, ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനയിൽ എനിക്ക് അധികാരമുണ്ടെങ്കിൽ രാഷ്ട്രീയമോ ക്ലബോ ഏതോ ആയിക്കോട്ടെ, അവിടെ എൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ അടിച്ചിരുത്താനായിട്ട് എൻ്റെ കഴിവിനെ മാത്രം ബൂസ്റ്റ് ചെയ്ത് ഞാൻ സംസാരിക്കണ്ടോ? ഞാൻ ആളായിട്ട് വളരെ പ്രധാനപ്പെട്ടാണ്. അവിടെയൊക്കെ അവരെയൊക്കെ അടിച്ചിരുത്തും. വീടിൻ്റെ ഉള്ളിൽ തിരിച്ച് മറുപടി പറയാത്ത ഭാര്യയോടും മക്കളോടും ഒക്കെ അവനവന്റെ കഴിവ് പറഞ്ഞ് എല്ലാത്തിനും മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഡെയിലി സംസാരിക്കുക. നല്ലതൊന്നും പറയാതിരിക്കുക. സ്വന്തം മക്കളെ കുറിച്ച് നല്ലതൊന്നും എനിക്ക് പറയാനുണ്ടാവില്ല. എന്ന് കണ്ടു കഴിഞ്ഞാലും എന്തെങ്കിലും കുറ്റപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നുണ്ടോ എൻ്റെ മക്കളെ കുറിച്ച്? എപ്പോഴെങ്കിലും എൻ്റെ ഭാര്യയെ, അവളുടെ കഴിവിനെ നല്ലതാണെന്ന് പറയാൻ എന്തെങ്കിലും പറയാനായിട്ട് എനിക്കുണ്ടോ? അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചോ അവളുടെ പാചകത്തെക്കുറിച്ചോ അവൾ ചെയ്ത നല്ലൊരു കാര്യം. അതിന് പകരം കാണുമ്പോൾ മുതൽ എന്തിന് അത് ചെയ്തു, എന്തിന് ഈ സാധനം എവിടെ വെച്ചു, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളാണോ ഞാൻ ഡെയിലി പറയുന്നത്? പ്രധാനം എന്താണ്? കുടുംബത്തിൽ സന്തോഷമായിട്ടിരിക്കുന്ന മുഹൂർത്തം ഉണ്ടോ, അതോ ഞാൻ പരാതിയും പരിവട്ടവുമാണോ കുടുംബത്തിൽ പറയുന്നത്? ഇതേ കുടുംബത്തിൽ ചെയ്ത സാധനം എൻ്റെ ഓഫീസ്, എനിക്ക് പോകാൻ പറ്റുന്ന അധികാരമുള്ള ഇടങ്ങളിൽ, എപ്പോഴും നമ്മൾ അധികാരം കീഴെയുള്ളവരോടാണ് നമ്മൾ ഈ ആള് കളിക്കുക.
നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്നവരോട് കളിക്കില്ല. കാരണം അത് നമുക്കറിയാം എന്താ ഉണ്ടാവുക. അത് ഒരു നല്ല പരിശോധനയാണ്. ഇനി നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു സന്തോഷം, ഒരു സുഖമൊക്കെ. നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങുകയാണ്, അപ്പോൾ അവിടുന്ന് കാണുമ്പോൾ അറിഞ്ഞോ, അയാൾക്ക് പറയണ്ടല്ലോ, അവിടുത്തെ മറ്റവനെ അവൻ അങ്ങനെ അവന്റെ പെണ്ണിന് ഇതുമായിട്ട് ബന്ധമുണ്ടത്രേ. ഒരു കാര്യവും ഇല്ലാതെ രാവിലെ നടക്കാൻ ഇറങ്ങുന്നു, എൻ്റെ ആരോഗ്യം നോക്കണം എന്ന കാര്യം, അല്ലെങ്കിൽ പാല് മേടിക്കാൻ പോകുന്നു, പാല് മേടിക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, സന്തോഷം. അതിൻ്റെ ഇടയിൽ കാണുന്നു, ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു, എന്താ പണിയില്ലേ, സുഖാണോ എന്നതിന് പകരം നടക്കാനാണ് എന്ന പോക്കിൽ ആരെയെങ്കിലും കാണുക, കാണുന്ന ആളുകളോട് നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതിലൊക്കെ പരിശോധനകളും കടന്നു വരാറുണ്ട്. അപ്പൊ ഒരു സുഖം. ഇന്നത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഇല്ലാതിരിക്കും. അത് പറഞ്ഞ ഉടനെ നമ്മളിന്ന് ഇരുന്ന് ആലോചിച്ചാൽ മതി, ഇതിലൊരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ടോക്സിക് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഇതൊരു തെറ്റല്ല. വേറെ ആളുകളെ പരിശോധിക്കാൻ ആണ് നമുക്കിത് എളുപ്പം. നമ്മളിലേക്ക് നോക്കുമ്പോൾ ഇതിലേറിയും കുറഞ്ഞുമുള്ള കുറവുണ്ടെങ്കിൽ നമ്മുടെ ഒരു സമൂഹ ജീവിയാണ് എന്ന ബോധ്യം നമുക്കെങ്ങനെ ഇതിൽ നിന്ന് മാറാൻ പറ്റും? ടോക്സിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് കാണുന്ന പേഴ്സണാലിറ്റി നമ്മുടെ ജീവിതത്തിലെ പല കാലഘട്ടങ്ങൾ, പല കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോളജി പറയാറുണ്ട്. നമുക്ക് എങ്ങനെ മാറാൻ പറ്റും എന്നതാണ് ഇതിന്റെ പ്രധാനം. നമ്മളൊരു ടോക്സിക് ആണോ, എല്ലാത്തിലും കുറ്റവും കുറവും നെഗറ്റീവും പറയുന്ന, നമ്മൾ ഉയർന്നു നിൽക്കുന്നു, നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്ന ധാരണ നമ്മുടെ സഹാനുഭൂതി തകർക്കും. മറ്റുള്ളവരെല്ലാം നമ്മുടെ കുറ്റം പറയും, നമ്മൾ മാത്രം തിരിച്ചറിയില്ല നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ഈ കുറവ്. കാരണം നമ്മൾ വലിയ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ലോകത്തിലുള്ള ആളുകളുടെ കുറ്റവും കുറവും നമുക്ക് പറയാൻ തോന്നുന്നത് എന്നുള്ള ബോധ്യം. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാന പ്രശ്നം, നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മളെയാണ് എന്ന തിരിച്ചറിവിൽ നമുക്കിത് മാറ്റാൻ പറ്റും. ഇത്തരം പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിലെ ടോക്സിക് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തിരിച്ചറിയുകയും നമുക്ക് അടുത്തൊരു സുഹൃത്തോ അല്ലെങ്കിൽ കൗൺസിലറോ ഇവരുടെ സഹായത്തോടു കൂടി നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മളുടെ ടോക്സിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സംഭവം. ആ പേഴ്സണാലിറ്റിയെ നമുക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പരിപൂർണമായിട്ട് നമ്മുടെ വ്യക്തിത്വം മാറ്റാനൊന്നും പറ്റില്ലെങ്കിലും നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ബന്ധത്തിലൂടെ ഇത് തുറന്നു പറയാൻ പറ്റുന്നുണ്ട്, നമ്മുടെ പുരോഗതി ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു കാര്യം മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് അനുഭവങ്ങൾ. ഇനി ടോക്സിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റികൾ ഒട്ടും യോജിക്കാൻ പറ്റാത്ത, ഈ ഒരു പരിശോധനകളൊന്നും നടത്താത്ത, അല്ലെങ്കിൽ സ്വയം ഞാനൊരു ടോക്സിക് ആണ് എന്ന് തിരിച്ചറിയാത്ത മനുഷ്യരുണ്ട്. അവര് മാറ്റാനൊന്നും പറ്റില്ല. അത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ പല രീതിയിൽ നാർസിസ്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് നിരവധി വീഡിയോകൾ ഇവിടെ അവൈലബിൾ ആണ്. പല കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സഹാനുഭൂതി ഉണ്ടായിരിക്കണം ഇത്തരം ആളുകളോട് നമ്മൾ മനസ്സിലാക്കണം. അവർ അറിഞ്ഞുകൊണ്ടല്ല അവരുടെ വ്യക്തിത്വത്തിൽ ഇത് കടന്നു വന്ന് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതിനർത്ഥം അവരെ താലോലിച്ചുകൊണ്ട് നമ്മൾ നടത്തണം എന്നല്ല. നമ്മൾ ആദ്യം അറിയണം, അവർക്ക് പോലും അവരുടെ ഈ ഒരു അവസ്ഥ, രോഗാവസ്ഥയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല. അവരുടെ വ്യക്തിത്വത്തിൽ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് അവർ അറിയുന്നില്ല. ഒരു രോഗിയോട് കാണിക്കുന്ന സഹാനുഭൂതിയിൽ നമുക്ക് അവരെ സമീപിക്കണം. കാരണം അവരോട് വിരോധമില്ലാതെ ആയാലേ നമുക്ക് അവരെ നേരെ ഡീൽ ചെയ്യാൻ പറ്റും. നമ്മൾ അവരോട് വിരോധപ്പെട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ ടോക്സിക് പേഴ്സണാലിറ്റിയോട് ഡീൽ ചെയ്തോ അത് നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ടാവും, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അതല്ല, നിങ്ങൾക്കതിനെ കൃത്യമായിട്ട് നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ നേരിടണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് അവരോടുള്ള വിരോധം പറയണം. പിന്നെ ഒട്ടും യോജിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, അതിന് ഭയങ്കരമായി നമ്മളിലേക്ക് വലിച്ചഴപ്പിക്കുക, തെറ്റുകൾക്ക് സോറിയൊക്കെ അവർ പറയും. വീണ്ടും അവർ അത്തരം ആവശ്യപ്പെടലുകൾ നടത്തിയിട്ട് നമ്മളെ ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു കടത്താത്ത ആൾക്കാരുണ്ട്. അവരോട് നോ കോണ്ടാക്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് വ്യക്തിപരമായ ഫാമിലി പാർട്ട്ണർ ലൈഫല്ല, അത് പ്രത്യേകിച്ച് ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്ത് കാണുന്ന നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഉള്ള ടോക്സിക് ആയ ആളുകളുണ്ട്, ഒരു തരത്തിലും മാറ്റമില്ലാത്തവരാണെങ്കിൽ അവരോട് നമ്മൾ നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും പറയാറുണ്ട് അവരുടെ നല്ല വാക്ക് പറയാൻ. അവര് അവിടെയും അവരെ ഡൊമൈനായിട്ട് അവരുടെ കഴിവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ദുഃഖത്തിലാക്കും. ഇനി നിങ്ങൾ അങ്ങനെ നല്ല വാക്ക് അവരുടെ ഗുണങ്ങളിൽ അവർക്കും ഗുണം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും ഒരു മോശമായ അവസ്ഥയിൽ കൂടെ മാത്രം പോകുന്നവർ, നല്ല ഗുണമുള്ള ആളുകളും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവും. പക്ഷെ നമ്മളത് പുകഴ്ത്തി പറഞ്ഞാലോ, നമ്മൾ അവരെ അപ്രീസിയേറ്റ് ചെയ്യാണ്, നമ്മൾ അവരെ
അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കാനൊക്കെ പോയാലൊന്നും കാര്യമൊന്നുമില്ല. കാരണം അവർ ഓൾറെഡി നമ്മളെ തകർക്കണം എന്ന ചിന്ത അവർക്കുണ്ട്. നമ്മളെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അത് മാറുമൊന്നുമില്ല അവരുടെ. അപ്പൊ നമ്മൾ വടി കൊടുത്ത് അടി മേടിക്കുന്ന പോലെയോ അവരെ പുകഴ്ത്തി പറയാനൊക്കെ പോയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ വൈകാരിക അവസ്ഥ നമുക്ക് പെട്ടെന്ന് ദേഷ്യം, സങ്കടം, വിഷമൊക്കെ വരുന്ന ആളാണെങ്കിൽ നമ്മൾ അവിടെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടെ എത്തിപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, അവർ പ്രതികൂലമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, നമുക്കെതിരെ തുടക്കമിടുന്നുണ്ടെങ്കിൽ നമ്മൾ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യരുത്. കുറച്ച് തിരക്കുണ്ട്, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിടുക. കാരണം അതല്ലെങ്കിൽ അവർ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കും, നിങ്ങളുടെ ദിവസത്തെ നശിപ്പിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വേണം. ഇതിൽ ടോക്സിക്കിന്റെ മാറാൻ പറഞ്ഞ പോലെ തന്നെ ടോക്സിക് പേഴ്സണാലിറ്റിയുള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടണം വെച്ചാലും ഇത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ, പുറത്ത് പറയാത്ത, നമ്മുടെ വൈകാരിക അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും സാരമില്ല അതൊന്ന് എങ്ങനെ മുന്നോട്ട് വരാമെന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരിക്കണം. സൈക്കാട്രി ഒക്കെ നമ്മൾ സൈക്കോളജിസ്റ്റിനെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അത്രയും ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാകുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അത് സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ നമുക്ക് പറ്റുള്ളൂ. കാരണം ഈ ടോക്സിക് പേഴ്സണാലിറ്റികൾ പലപ്പോഴും ഒരു കൗൺസിലിങ്ങിന് വരെ തയ്യാറാവില്ല എന്നുള്ളതും കൂടി പ്രധാനമാണ്. ഇനി ഇത് നമ്മുടെ പാർട്ട്ണറോ കുടുംബത്തിലെ ആളോ പുറത്തുള്ള ആളുകളാവുമ്പോൾ, അകന്ന കുടുംബമോ അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകളൊക്കെ ആകുമ്പോൾ അവരെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാറി നിൽക്കുക എന്നത് തന്നെയാണ്. ഒരു കാരണവശാലും നമ്മുടെ മുഖത്ത് നിന്ന് നമ്മുടെ ദേഷ്യം, ദുഃഖമൊന്നും ഇവർക്ക് മനസ്സിലാവരുത്. നമുക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് മനസ്സിലായ ഇവരിത് നിർത്തുന്നില്ല. നമ്മൾ ഇന്ന് ഒഴിഞ്ഞു പോയോണ്ട് കാര്യം നാളെ നമ്മളെ വിളിച്ചു നിർത്തി ഇത്തരം ആളുകൾ സംസാരിക്കും. കാരണം അവർക്ക് ഇതൊരു ഹരാണ്, അവർക്ക് ഇത് ഇരയാണെന്നല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു സുഖമാണ്, ഒരു വേട്ടയാടുന്ന ഒരു സുഖം അവർക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വിഷമം ഉണ്ടായി കഴിഞ്ഞാലും അവർ സന്തോഷിക്കും, നമുക്ക് ദേഷ്യം വന്നാലും ഇത്തരം ആളുകൾ സന്തോഷിക്കും. അപ്പോൾ അവരുടെ വൈകാരിക അവസ്ഥകളുടെ ആളായിട്ട് നമ്മൾ എന്തിനു നിന്നു കൊടുക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ചില ക്ലബുകളോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ മറ്റു സ്ഥലങ്ങളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, സംഘടനകളിലോ ഒക്കെ ആണെങ്കിൽ ഇത്തരം ആളുകൾ അവിടെ ഉണ്ടാവും. അപ്പൊ അവരുടെ അഭിപ്രായ പ്രകടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ആദ്യം വൈകാരികത കുറച്ചുകൊണ്ട് പതുക്കെ പ്രതികരിക്കാൻ പറ്റൂ. ഏറ്റവും പ്രധാനം ഇത്തരം ആളുകൾ ആദ്യം സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇടയിൽ കയറാൻ സമ്മതിക്കാതിരിക്കുക. നമ്മൾ അവർ പറഞ്ഞതിന് ശേഷം നമ്മുടേതായ അഭിപ്രായം പറയാം. അവർ അഭിപ്രായ പ്രകടനം നമ്മുടെ എതിർത്ത് പറയുമ്പോൾ അതിനോട് അനുകൂലമോ പ്രതികൂലമോ ആവാതിരിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മളെയാണ്, നമ്മുടെ പെരുമാറ്റത്തെയാണ്. നമ്മുടെ സ്പേസിലേക്ക് കടന്നു വന്നുകൊണ്ട് വേറെ ഒരാളെ അഭിപ്രായം പറയാനോ നമ്മുടെ ജീവിതം ജീവിപ്പിക്കാനോ നമ്മൾ അനുവദിക്കരുത് എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കണം. സഹതാപം കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മൾ ഇരവാദമാണ്, ഇരയാണ്, എനിക്ക് മാറ്റാൻ പറ്റാത്ത, ഇങ്ങനെ സാഹചര്യമൊക്കെ ഉണ്ടാവും. മാറ്റാൻ പറ്റാത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിക്കുക. സഹതാപം അത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇട്ടാലും വേണ്ടില്ല, നമ്മളോട് നേരിട്ട് പറഞ്ഞാലും ഇത് നമ്മളെ ജീവിപ്പിക്കില്ല. നമ്മൾ ജീവിക്കണോ, നമുക്ക് എത്ര ദിവസമാണെന്നോ എങ്ങനെയാണോ എന്നല്ല, ഇന്ന് ജീവിച്ചു തുടങ്ങണം, ഇവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. അത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം, സമാധാനം, അതിന്റെ താക്കോല് മറ്റൊരാളുടെ കയ്യിലാവരുത്. മറ്റൊരാളാവരുത് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ ഉചിതമായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റണം. ഉചിതമായ തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഇത് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയാം നമ്മളിലൊരു കുഴപ്പമുണ്ട്, അത് മാറ്റാനുള്ള പരിപാടി ആദ്യം നോക്കുക. ഈ ടോക്സിക് പേഴ്സണാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നതും വളരെ കൃത്യമായി നമ്മൾ ചെയ്താൽ നമുക്കതിനെ മാറ്റി നിർത്താൻ, നമ്മുടെ സന്തോഷമോ ദുഃഖമോ മറ്റുള്ളവരുടെ കയ്യിലാവില്ല. നമ്മൾ ആരുടെയും കയ്യിലെ കളിപ്പാവയായി മാറാതെ നമ്മുടെ സന്തോഷം അത് നമ്മുടെ കയ്യിൽ തന്നെയായി നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. എന്തായാലും എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും താങ്ക് യു.